കൂട്ടുകാർക്കും പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ ഹിസ്റ്ററി ക്ലാസ്സിലെ 9ാമത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ഫുത്തൂഹു, വിജയങ്ങളാണ്. ഫി അഹദി ബനി ഉമയ്യ കാലഘട്ടത്തിലെ വിജയങ്ങൾ, മുസ്ലിങ്ങൾ നേടിയിട്ടുള്ള വിജയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഒന്ന്, റോമക്കാർക്കെതിരെ വിജയം ഉണ്ടായിട്ടുണ്ട്. മൈദാനുൽ ഹർബ്, യുദ്ധക്കളം. ലിദ്ദർ റൂമി, റോമക്കാർക്കെതിരെ. ഫി ആസിയ അഷ്സുഗറ, ഏഷ്യൻ വൻകരയിൽ. ഹൈസു ഷമില, അതിൽ ഉൾക്കൊള്ളുന്നതാണ് ഹിസാറുൽ കുസ്തുൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിനെ ഉപരോധിച്ചു. വഗസ്ബു ബഅദ് ജുസറിൽ ബഹറുൽ അബിയദിലെ ചില ദ്വീപുകൾ. അൽ മുത്തവസ്സിത്ത്. ഇനി അന്നത്തെ കായിദുകൾ ആരൊക്കെയാണ്? അപ്പോൾ റോമക്കാർക്കെതിരെ, അതുപോലെ ഏഷ്യ വൻകരയിലെ കോൺസ്റ്റാന്റിനോപ്പിള്, അതുപോലെ ബഹറുൽ അബിയദിലെ ചില ദ്വീപുകൾ. ഇതിലൊക്കെ നേതാക്കന്മാരാരാണ്? സുഫിയാൻ ബിൻ ഔഫും അതുപോലെ തന്നെ മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക്കും. ഇവർ രണ്ടുപേരുമാണ് ഈ റോമക്കാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തുള്ള പ്രധാന യോദ്ധാക്കൾ. അതുപോലെ വടക്കൻ ആഫ്രിക്കയിൽ ഷിമാലുൽ ഇഫ്രീഖി, നോർത്തേൺ ആഫ്രിക്ക, അവിടെ മുസ്ലിങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. വംതദ്ദ ഹാദൽ മൈദാനു, ഈ ഒരു രംഗം നീണ്ടുകിടക്കുന്നു. അലാ തൂലിൻ ദുവലി ഷിമാലി ആഫ്രിക്ക, വടക്കൻ ആഫ്രിക്ക മുതൽ ഹത്തൽ മൊഹീത്തൽ അത്ലസി, അറ്റ്ലാന്റിക് ഓഷ്യൻ വരെ നീണ്ടുകിടക്കുന്ന സ്ഥലം. ഒമിൻഹു അബറത്തുൽ ജുയൂഷുൽ അമവിയ സൈനികർ അവിടുന്ന് മുറിച്ചു കടന്നു. മുലീഖ ജബൽ ത്വാരിഖ്, ജിബ്രാൾട്ടർ കടലിടുക്ക്. ഒ ഫത്തഹത്തുൽ ഉന്ദുലുസ, സ്പെയിന് കീഴടക്കിയിട്ടുണ്ട് അമവിയ കാലത്ത്. വവാസലത്ത് ഫത്തുഹു അലൽ ഹുദൂദിൽ ജനൂബിയത്തി മിൻ ഫ്രാൻസ, അങ്ങനെ ഫ്രാൻസ് വരെ ഇത് എന്തിലെത്തിയിട്ടുണ്ട്. അന്നത്തെ രണ്ട് നേതാക്കന്മാരാണ്. ഒന്ന് ഉഖുബത്തു ബിൻ നാഫിഉൽ ഫിഹ്രി, അദ്ദേഹമാണ് കൈറുവാൻ പട്ടണം സ്ഥാപിച്ച ആൾ. ബന മദീനത്തെ കൈറുവാൻ പട്ടണം സ്ഥാപിച്ചതാരാ? ഉഖുബത്ത് നാഫിഉൽ ഫിഹ്രി. അദ്ദേഹം ഇലൽ മൊഹീത്തുൽ അത്ലസി, അറ്റ്ലാന്റിക് ഓഷ്യൻ വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ അന്നത്തെ മറ്റൊരു നേതാവാണ് ഹംദാൻ ബിൻ നുഅ്മാൻ, അല്ലദി ഇസ്തതാഅ ബിഹനകതിഹി വദിറായതിഹി അയദ്ഖുല കുല്ല ഷിമാലി ആഫ്രിക്ക, ആഫ്രിക്കൻ്റെ വടക്ക് ഭാഗം മുഴുവനും അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. അങ്ങനെ അമവിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ടുള്ള പോരാട്ടങ്ങളാണ്. അതേപോലെ തന്നെ അമവിയ കാലഘട്ടത്തിൽ കീഴടക്കിയിട്ടുള്ളൊരു സ്ഥലമാണ് അൽ മൈദാനു ഷർഖി, കിഴക്കൻ ഏരിയ. കിഴക്കൻ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഖദ് ഇംതദ്ദ ഹാദൽ മൈദാനു വതഫറ ഇലാ ഫർഐൻ, ഒന്ന് ഇല ഷിമാൽ ഭാഗം, ഇടത് ഭാഗം, അഥവാ തുജാഹ മാവറ അന്നഹർ വരെ. രണ്ട് ഇലൽ ജനൂബ് എന്ന് പറഞ്ഞാൽ തെക്ക്, അഥവാ ബിലാദു സിന്ധ് വരെ. അപ്പോൾ മാർവറ ഉന്നഹറും ബിലാദു സിന്ധും, ഈ ഭാഗങ്ങളൊക്കെ അന്നാണ് കീഴടക്കിയത്. അന്നത്തെ പ്രധാനപ്പെട്ട ആളാണ് അൽ മുഹൽഹൽ ബിൻ അബി സുഫ്ര, അബി സുഫ്ര നേതാവ്. അദ്ദേഹമാണ് ബിലാദ് മാവറ അന്നഹർ അവരുടെ മേലെ ആധിപത്യം ചെലുത്തിയിട്ടുള്ളത്. അതുപോലെ അന്നത്തെ നേതാവാണ് ഖുത്തൈബ ബിൻ മുസ്ലിമുൽ ബാഹിലി, അദ്ദേഹമാണ് സ്വീൻ, ചൈനൻ്റെ അതിർത്തി വരെ എത്തിയ ആളാണ് ആര്? ഖുത്തൈബ ബിൻ മുസ്ലിമുൽ ബാഹിലി. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് പഠിക്കണം.